വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എഡ്വിക്കുട്ട അംഗൻവാടി പോയിട്ടില്ല കേട്ടോ. എന്തോ കാരണം എഡ്വി അവൻ ഇന്നലെ തലകുത്തി മറിഞ്ഞിട്ട് മറ്റേ നമ്മുടെ മൂക്കിൽ ഒരു പാണ്ട് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ ചെറിയ രീതിയിൽ ചോരയൊക്കെ വന്നു കേട്ടോ. അപ്പം ഞാൻ ശരി ഇന്നിപ്പോൾ വിടണ്ട എന്ന് വിചാരിച്ചു. അപ്പോൾ ശരി ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ രാവിലെ തന്നെ ഇതാ പഞ്ചസാര കെട്ടി തിന്നിട്ട് മുഖത്ത് മുഴുവൻ പഞ്ചസാര തുടച്ച് മടുത്തു. അപ്പം ശരി എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഇരുത്തിയിട്ടുണ്ട് രണ്ടുപേരെ. എന്തോ ഞാൻ രാവിലെ ആവുമ്പോൾ ഈ ചെയറൊക്കെ എടുത്ത് മുകളിൽ വെക്കും കേട്ടോ, അല്ലെങ്കിൽ രണ്ട് പണി തരും. അപ്പോൾ ഞാനത് മുകളിൽ വെച്ചു. താഴെ വെച്ച് കഴിഞ്ഞാൽ ഒരു സമ്മതിക്കില്ല, എടുത്ത് ഓരോന്നിൻ്റെ മുകളിൽ കയറും കേട്ടോ. അപ്പോൾ ആ കരച്ചിലാണ് അവിടെ കാണുന്നത്. ഞങ്ങൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ക്ലീനിങ് ഉണ്ട്. പിന്നെ ഇന്ന് എഡ്വിയും കൂടെ ഉള്ളത് കൊണ്ട് ക്ലീനിങ് ഒക്കെ എന്നാലും ഓക്കെയാണ്. വലിയ രീതിയിൽ ക്ലീനിങ് ഒന്നും പറ്റില്ല. എന്നാൽ പോലും ഒരാൾ കയറി വന്ന് അയ്യോ എന്താ വൃത്തികേട് എന്ന് പറയുമെന്ന് വിചാരിച്ച് ചെറുതായിട്ടൊന്ന് കഴുകണം, അല്ല മറ്റേ വൃത്തിയാക്കി വെക്കണം. ബാക്ക്ഗ്രൗണ്ടിൽ ആയിരം കരഞ്ഞുകൊണ്ടിരിക്കണത് ഞാൻ മൈൻഡ് ചെയ്യാത്തത് വേറെ ഒന്നുമല്ല. ഇവർ സ്ഥിരം ഈ 24 മണിക്കൂറും ഇത് തന്നെ പണി. പിന്നെ നമ്മൾ ഓവർ കെയർ ചെയ്യുമ്പോൾ നമ്മൾ മടുത്തു പോവും. എന്നാലും വലിയ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഞാൻ ഇടപെടും. അല്ലെങ്കിൽ അവർ തന്നെ ചിരിക്കും, അവർ തന്നെ അടികൂടും, അവർ തന്നെ ഓക്കെ ആവും. അങ്ങനെയാണ് കേട്ടോ പോണത്. അപ്പോൾ വലിയ കാര്യമായ ക്ലീനിങ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് മുമ്പശമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടുക അത്രയേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ തല്ലുകൂടലുണ്ട്, ചിരിയുണ്ട്, ഉന്തി വിടലുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ വന്ന് 1 മിനിറ്റ് ആയില്ല, അപ്പോഴേക്കും അടുത്ത കംപ്ലൈൻറ്റ് കൊണ്ട് വന്നു. അങ്ങനെയാണ് കേട്ടോ. എന്നാൽ ഞാൻ അവളെ വെച്ചിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാമെന്ന് വിചാരിച്ചാൽ അവളിട്ട് ചേട്ടാ പറഞ്ഞ് ചേട്ടൻ്റെ പുറകെയും പോവും. അതുമാണ് പ്രശ്നം കേട്ടോ. അപ്പോൾ 1 മിനിറ്റ് അവൾ ചേട്ടൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കൂല. എന്നാൽ അവൻ്റെ അടുത്ത് പോയാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും, ഇവളും നല്ലപോലെ തല്ലു കൊടുക്കും, അവനും നല്ലപോലെ തല്ലു കൊടുക്കും. ഇവളാണ് കൂടുതലും പോയി തോണ്ടല് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ശരി ഒരാളെ ഉറക്കിയാൽ പിന്നെ ഒരാൾ തല്ലുകൂടലില്ലല്ലോ. അപ്പം ഞാൻ അവളെ വേഗം ഉറക്കി. അങ്ങനെ അവൾ ഉറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പണിയൊക്കെ പതുക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ആൾ 1.5 മണിക്കൂർ ഉറങ്ങും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ മധുരക്കിഴങ്ങ് മുളപ്പിക്കാൻ വെച്ചതാണ് കേട്ടോ, നടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ റീൽസിലൊക്കെ കണ്ടപ്പോൾ ഞാൻ വെച്ചതാണ്. പിന്നെ ഇതാണ് എൻ്റെ അടുക്കളത്തോട്ടം എന്ന് പറയുന്നത്. ഞാനത് തോട്ടമാക്കി എടുത്തെടുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. ഒരു ഭാഗത്ത് പുല്ല് ചെത്തി ഒരു ഭാഗം എത്തുമ്പോഴേക്കും അടുത്ത ഭാഗം പുല്ല് കയറുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റണില്ല. കാരണം 1 മണിക്കൂർ പോലും എനിക്ക് അതിലേക്ക് സമയം കണ്ടെത്താൻ പറ്റണില്ല കേട്ടോ. ഞാൻ ഇറങ്ങുമ്പോഴേക്കും അവിടെ പൊരിഞ്ഞ വഴക്കോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പിന്നെ അവർ ഉറങ്ങണ സമയത്ത് നമുക്ക് ആ വീട്ടിലെ പണികൾ അങ്ങനെ. എന്നാലും ഞാൻ പരമാവധി നോക്കുന്നുണ്ട് ഓരോ ഭാഗവും ക്ലീൻ ചെയ്ത് വരാൻ. എന്നാലും എന്നെക്കൊണ്ട് പറ്റണില്ല, അതാണ്. പക്ഷെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, എന്തായാലും നോക്കട്ടെ. അങ്ങനെയുള്ള രീതിയിലാണ്. അപ്പം ഞാൻ ഒന്ന് ഇവരെയും കൊണ്ട് നമ്മൾ അവിടെയൊക്കെ ഞാൻ എന്നും കാണിച്ചൊക്കെ കൊടുക്കും കേട്ടോ. എന്നാൽ പോലും നമ്മൾ ഓരോ ഭാഗം കാണിച്ചു കൊടുക്കുമ്പോൾ ഓരോ മുട്ടുകൾ കായകളൊക്കെ പറിച്ചെടുക്കും കേട്ടോ. എഡ്വി അങ്ങനെ ചെയ്യില്ല. എഡ്വി കുറച്ചുകൂടെ അറിയാൻ തുടങ്ങി. ചെയ്യില്ല എന്ന് പറഞ്ഞത് പച്ചക്കറിയൊക്കെ എടുത്ത് അവൻ കൊളാക്കാൻ തുടങ്ങി. എന്നാലും അവന് പറഞ്ഞാൽ അറിയും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അടിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അത്രയ്ക്കും വലിയ ഇതില്ല. പക്ഷെ മോള് ഭയങ്കര വികൃതിയാണ് കേട്ടോ. ഈ ഒരു സ്റ്റേജ് ഒരു 3 വയസ്സൊക്കെ ആവുമ്പോൾ അവൾ ഒതുങ്ങുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എഡ്വിനും ഭയങ്കര കുറുമ്പാണ്. പക്ഷെ എന്നാൽ പോലും മുമ്പത്തെ അപേക്ഷിച്ച് ഈ ഒരു 2-2.5 വയസ്സിൻ്റെ ആ ഒരു കുറുമ്പ് ഇപ്പം ഇല്ല കേട്ടോ. അങ്ങനെ അപ്പോൾ അവന് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോപ്കോണൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മമ്മി പോയി ക്ലീൻ ചെയ്യേ, ഞാനിത് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നമ്മുടെ ആലുവ അടുപ്പാണ് കേട്ടോ. പുകച്ച് ഞാൻ മടുത്തു. ഞാൻ പുകയാവുന്ന രീതിയിലായി. അതിൻ്റെ ഒരു നാക്ക് കിട്ടിത്തുടങ്ങിയില്ല. എന്നാലും ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിയാവുമല്ലോ എന്നുള്ള ഒരു വിശ്വാസത്തിൽ പോവാണ്. അപ്പോൾ ശരി എന്നാൽ ഞാനും ഒന്ന് സമാധാനത്തിലൊരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബീട്രൂട്ട് തോരനും ചിക്കൻ കറിയാണ് കേട്ടോ. ഒന്ന്
നല്ല ഒരു ചെറിയ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നല്ല സുഖത്തിൽ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും അവൻ അടുത്തത് മഴ പെയ്യണു, നമുക്ക് മഴയത്ത് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഒരു മഴക്കോട്ട് ഉണ്ടായിരുന്നു, അത് ഇത് കഴിഞ്ഞപ്പോൾ തന്നെ കീറി കളയുകയും ചെയ്തു കേട്ടോ അവൻ. അങ്ങനെ അപ്പോൾ ഞാനത് കെട്ടിക്കൊടുത്തു. ശരി, കുറച്ച് നേരം മഴയത്ത് കളിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കെട്ടിയൊക്കെ കൊടുത്തു. ഞാൻ അംഗൻവാടി പോകാൻ വേണ്ടിയിട്ട് വാങ്ങിയ സംഭവമാണ് ഇതിന്. നമുക്ക് വെച്ച് കഴിഞ്ഞാലും ഇട്ട് കഴിഞ്ഞാലും കുറച്ച് നേരം ഇട്ട് കൊടുക്കുമ്പോഴേക്കും കീറിക്കളയാണ്. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ കടിച്ച് കീറുക. ഒന്നെങ്കിൽ അവൾ കീറും അല്ലെങ്കിൽ അവൻ കീറും. വെറുതെ വാങ്ങിയതിൻ്റെ കാശ് കളഞ്ഞു എന്ന് തോന്നുന്നു. അങ്ങനെ അപ്പോൾ ശരി, ഞാൻ ശരി കുറച്ച് പച്ചക്കറി അരിയാ പറഞ്ഞ് വന്നിരുന്നപ്പോൾ അവനും വന്ന് ഇരിക്കാൻ തുടങ്ങിയിട്ടോ. പിന്നെ കുറുമ്പുകൾ പറയണ്ടല്ലോ, മുഖത്ത് തേക്കുന്നു, തലയിൽ തേക്കുന്നു, ചുമരി തേക്കുന്നു. ഈ വീട് ഇപ്പോൾ ഏകദേശം ഒരു 3 മാസമായിട്ടോ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട്. പക്ഷേ ഒരു വർഷമായ വീട് പോലെ ഈ വീടുണ്ടാവും. കാരണം ഫുള്ള് ചെളിവാരി തേക്കുക, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യണം. അതാ അവളുടെ വകയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓരോ ഭാഗങ്ങൾ കീറി കീറി കളയാൻ. ഞാൻ എടുത്ത് വെച്ചാലും അത് കീറി കേട്ടോ. അപ്പം ഞാൻ ശരി കീറി കളിക്കാൻ കൊടുത്തതാണ്. അങ്ങനെ ഞാൻ ബീട്രൂട്ട് തോരൻ ഒരു ഭാഗത്ത് ഗ്യാസിൽ ഉണ്ടാക്കി. അടുപ്പിൽ ചോറ് വെച്ചിട്ട് അത് തിളച്ചിട്ട് പോലും ഇല്ല കേട്ടോ. അപ്പോൾ ശരി, അപ്പോൾ ഞാൻ കുറച്ച് കോഴി ഇരിക്കണ്ടായിരുന്നു. അപ്പം ഞാനത് കട്ട് ചെയ്ത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ പപ്പയോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പപ്പ ഒരു ഇറച്ചി വെട്ടാൻ മുട്ടി കൊണ്ടുവന്ന് തന്നതാട്ടോ. അത് കുറച്ച് വലുതായിപ്പോയി. അപ്പോൾ അതിന് കട്ട് ചെയ്യാൻ മറ്റേ മെഷീൻ ഉണ്ടെങ്കിലേ കേട്ടോ അത് പറ്റുള്ളൂ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇറച്ചിക്കറിയൊക്കെ റെഡിയായി. അത് കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ചൊക്കെ വന്ന് വീടൊക്കെ ക്ലീൻ ചെയ്ത്. ഇതിൽ പകുതി വീഡിയോസ് ഇല്ല, കാരണം നമുക്ക് എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ്. എന്നാലും ഞാൻ പരമാവധിയൊക്കെ എടുത്തു. ഈ ഇടയിൽ തല്ലുകൂടലാണ് കേട്ടോ. ഒരാൾ അങ്ങോട്ട് ഉന്തി വിടുന്നു, ഒരാൾ ഇങ്ങോട്ട് ഉന്തി വിടുന്നു, എന്തൊക്കെയൊക്കെയോ നടക്കുന്നുണ്ട്. പകുതിയൊക്കെ ഞാൻ മൈൻഡ് ചെയ്യും, എന്നാലും കുഴപ്പമില്ല. പിന്നെ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ 3 പേരും ചോറുണ്ട് അങ്ങ് ഉറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ ചോറൊക്കെ വിളമ്പുകയാണ്. ഞാനങ്ങനെ ചോറ് വാരി കൊടുക്കണ ഒരു കൂട്ടത്തിലല്ല കേട്ടോ. ഞാൻ പരമാവധി ചെറുപ്പം മുതലേ അവർക്ക് ആവശ്യമുള്ളത് അവർ കഴിക്കുക, അല്ലെങ്കിൽ കഴിക്കില്ല. വിശക്കുമ്പോൾ അവർ വന്ന് ചോദിക്കും, അങ്ങനെയാണ് പതിവ്. അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കത് ബുദ്ധിമുട്ടായി തോന്നി. അതുകൊണ്ട് ഞാൻ പരമാവധി അവർക്ക് വേണ്ടത് ഇങ്ങനെ എടുത്ത് വയ്ക്കും, അവർ കഴിക്കും. അങ്ങനെയുള്ള രീതിയിലാണ് അവർ മുമ്പ് തുടങ്ങിയത്. എന്നാൽ വല്ലപ്പോഴൊക്കെ ഞാൻ വാരി കൊടുക്കുകയും ചെയ്യും. എന്നാൽ ഞാൻ ചോദിക്കുമ്പോൾ വാരി തരട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ അവർ വേണ്ടാന്നൊക്കെ പറയും. ചില സമയങ്ങളിൽ വാരി തരാൻ പറയും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. ബായ്.